വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ബാങ്കിംഗ് രംഗത്തെ ഒരു ഭീമൻ സ്റ്റോക്കാണ്. വർഷങ്ങളോളം സ്റ്റെബിലിറ്റിക്കും വെൽത്ത് ക്രിയേഷനും പേര് കേട്ട പേര്. പക്ഷേ ഇന്ന് ആ സ്റ്റോക്ക് വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോകളുടെ എല്ലാം അടിത്തറയായിരുന്ന, അല്ലെങ്കിൽ ബാങ്കിംഗ് സെക്ടറിന്റെ തന്നെ ഏറ്റവും വലിയ പ്രതിനിധിയായിരുന്ന HDFC ബാങ്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 1 ലക്ഷം കോടി രൂപയിലധികം മാർക്കറ്റ് വാല്യൂ നഷ്ടപ്പെട്ട ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ്. ആ ഒരു വലിയ വീഴ്ച നമ്മൾ കണ്ടതാണ്. 750-നടുത്തേക്ക് സ്റ്റോക്ക് പ്രൈസ് വീഴുകയും അതിനുശേഷം ചെറിയൊരു റിക്കവറി ഉണ്ടാകുകയൊക്കെ ചെയ്തു. എന്നിരുന്നാൽ കൂടി ഇത്തരത്തിലൊരു വലിയ വീഴ്ച ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായതിന് കാരണം എന്താണ്? ഇനിയൊരു പ്രതീക്ഷ എങ്ങോട്ടേക്കാണ്? ഈ ഒരു ബാങ്കിനെ ഒരിക്കലും തകരില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു നിർണായക നിമിഷമാണ്. അപ്പൊ നമുക്ക് സ്റ്റോക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഈ ഒരു പ്രതിസന്ധിക്ക് തുടക്കമിട്ടത് വളരെ എത്തിക്കുന്ന ഒരു വാർത്തയിലൂടെയായിരുന്നു. മാർച്ച് 18-ന് ബാങ്കിന്റെ ചെയർമാനായിട്ടുള്ള അഡാനോ ചക്രവർത്തി പെട്ടെന്ന് തന്നെ രാജിവെച്ചു. അതിന് കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് വളരെ ദുരൂഹവും നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ബാങ്കിനുള്ള ചില ഹാപ്പനിങ്സ് ആൻഡ് പ്രാക്ടീസസ് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള വാല്യൂസ് ആൻഡ് എത്തിക്സുമായിട്ട് യോജിക്കുന്നില്ല എന്നതായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ആ ഒരൊറ്റ വാചകം മാർക്കറ്റിനെ വലിയ രീതിയിലുള്ള പേടിയും ഊഹാപോഹങ്ങളിലേക്കും ഒക്കെ തള്ളിയിടുകയുണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റ് സീനിയർ എക്സിക്യൂട്ടീവുകളെ പിരിച്ചുവിട്ടതായിട്ടും റിപ്പോർട്ടുകൾ വന്നു. മാർക്കറ്റ് ഇപ്പോൾ ആകെ ഒരു പാനിക് സിറ്റുവേഷനിലാണുള്ളത്. ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്: ഇതുപോലൊരു ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് വലിയൊരു ഡിസ്കൗണ്ടിൽ വാങ്ങാൻ കിട്ടിയ പതിറ്റാണ്ടിലൊരിക്കൽ വരുന്ന അവസരമാണോ, അതോ എല്ലാം വിറ്റ് രക്ഷപ്പെടാനുള്ള ഒരു വലിയ റെഡ് ഫ്ലാഗ് ആണോ? നമ്മൾ ഈ ഒരു ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ നിന്ന് യഥാർത്ഥ വസ്തുതകൾ പരിശോധിച്ച് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ സഹായിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നൽകാൻ ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് സംഭവിക്കുന്നത്? ദ ഗവർണർ ക്രൈസിസ്. ഈ സ്റ്റോക്ക് വാങ്ങണോ വിൽക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിന് മുമ്പ് ഇൻവെസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസം തകർത്ത 2 പ്രധാന സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് വെറും ഒരു സ്റ്റോക്കിന്റെ വിലയിടിവല്ല, പെട്ടെന്നുണ്ടായ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ഗവേണൻസ് ക്രൈസിസ് തന്നെയാണ്. ഒന്നാമത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചെയർമാന്റെ രാജി. ഏതെങ്കിലും ഒരു ചെയർമാനല്ല, അദ്ദേഹം ഒരു മുൻ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് രാജിവെക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാതെ എത്തിക്കൽ പ്രശ്നങ്ങളെ പറ്റി സൂചിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും മോശമായ എന്തോ ഒന്ന് സംഭവിക്കാനുണ്ട് എന്ന് തന്നെ ഗസ് ചെയ്യും. ഇത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാതിരിക്കുകയും മറിഞ്ഞിരിക്കുന്ന എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് ഇൻവെസ്റ്റേഴ്സിനെ ചിന്തിച്ചു കൂട്ടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ബാങ്കിന്റെ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് അഥവാ ADR ഒറ്റ രാത്രി കൊണ്ട് 7% ഇടിഞ്ഞത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ആദ്യം തന്നെ ഈ ഒരു പാനിക് ബട്ടൺ അമർത്തിയത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമാണ്. ഈ ഡാമേജ് കൺട്രോൾ ചെയ്യാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പെട്ടെന്ന് തന്നെ ഇടപെടുകയുണ്ടായി. HDFC ഗ്രൂപ്പിന്റെ വെറ്ററണറായിട്ടുള്ള KK മിസ്രിയെ ഡെക്കാറിലെ ചെയർമാനായിട്ട് അവർ അംഗീകരിച്ചു. അതോടൊപ്പം RBI വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കി. ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിരതയെക്കുറിച്ച് പ്രത്യേകിച്ച് ആശങ്കകളൊന്നുമില്ല എന്നും ബാങ്ക് സൗണ്ടായും പ്രൊഫഷണലി റണ്ണായിട്ട് മുന്നോട്ട് പോകും എന്നും RBI പറയുകയുണ്ടായി. പക്ഷേ അധികാര കടമ്പലികളൊന്നുമില്ല എന്നും ചെറിയ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ള മിസ്രിയുടെ കമന്റുകൾ മാർക്കറ്റിന്റെ ആശങ്ക കുറയ്ക്കാൻ അത്രയ്ക്കൊന്നും സഹായിച്ചില്ല. ബാങ്കിന്റെ സത്യസന്ധതയും വിശ്വാസ്യതയും കുറിച്ചുള്ള സംശയങ്ങൾ അപ്പോഴും കാര്യമായിട്ട് തന്നെ ശക്തിപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ ആ ഒരു പ്രശ്നം നമുക്ക് നോക്കാം. ഒരുപക്ഷെ അതിലും വലിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് HDFC ബാങ്ക് 3 സീനിയർ എക്സിക്യൂട്ടീവുകളെ പിരിച്ചുവിട്ടതായിട്ട് റിപ്പോർട്ടുകൾ വന്നു. ഗ്രൂപ്പ് ഹെഡ് ഓഫ് ബ്രാഞ്ച് ബാങ്കിങ്സ്, മിഡിൽ ഈസ്റ്റിലെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ്, ഒരു സീനിയർ വൈസ് പ്രസിഡന്റ് എന്നിങ്ങനെ. ഇതൊരു സാധാരണ അഴിച്ചുപണിയായിരുന്നില്ല. ഒരു മിസ് സെല്ലിംഗ് വിവാദത്തെ കുറിച്ചുള്ള ഇന്റർനാഷണൽ ഇൻവെസ്റ്റിഗേഷന്റെ ഫലമായിട്ടാണ് ഈ ഒരു പിരിച്ചുവിടൽ എന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് അവിടെ നടന്നതെന്ന് വെച്ചാൽ, ദുബായിലെ ബാങ്ക് ബ്രാഞ്ചുകളുടെ സ്റ്റാഫ് അവിടെ തന്നെ നോൺ റെസിഡന്റ് ഇന്ത്യൻ ക്ലയൻസിനെ സേഫ് ആയ FCNR ടയർ 1 അഥവാ AT1 ബോണ്ടുകൾ എന്നറിയപ്പെടുന്ന ഹൈ റിസ്ക് ഇൻസ്ട്രുമെന്റുകളിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചു. ഈ ബോണ്ടുകൾ സേഫ് ആയിട്ടുള്ള ഫിക്സഡ് മെച്യൂരിറ്റി പ്രൊഡക്റ്റുകളാണെന്നും ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ മികച്ചതാണെന്നും പറഞ്ഞാണ് ഈ ഒരു പ്രോഡക്റ്റുകൾ അവർ സെല്ല് ചെയ്തത് എന്നാണ് ആരോപണം ഉണ്ടായത്. സത്യത്തിൽ AT1 ബോണ്ടുകൾ വളരെ കോംപ്ലക്സും ഹൈ റിസ്കുമുള്ള ഇൻസ്ട്രുമെന്റുകളാണ്. ഒരു ബാങ്ക് പ്രതിസന്ധിയിലായാൽ ഈ ബോണ്ടുകളുടെ മൂല്യം 0 എഴുതി തള്ളാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി തീർച്ചയായിട്ടും ബാങ്കിന് ഒരു വലിയ നെഗറ്റീവായിട്ട് സംഭവിക്കുകയുണ്ടായി. അപ്പൊ ഇനി ഗവേണൻസ് ക്രൈസിസിന്റെയും മിസ് സെല്ലിംഗിന്റെയും വിവാദത്തിന്റെ രൂപത്തിൽ അടുത്തടുത്തുണ്ടായ ഈ 2 തിരിച്ചടികളോടുള്ള മാർക്കറ്റിന്റെ പ്രതികരണം വളരെ വലുതായിരുന്നു. മാർച്ച് 19-ന് ചെയർമാന്റെ രാജിക്ക് പിറ്റേ ദിവസം സ്റ്റോക്ക് ഏകദേശം 9% ഇടിഞ്ഞ് 770 എന്ന 52 വീക്ക് ലോയിലേക്ക് എത്തി. ഒറ്റ ട്രേഡിംഗ് സെഷനിൽ ബാങ്കിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ നിന്ന് 1.3 lakhs
കോടി രൂപയാണ് തുടച്ചു നീക്കപ്പെട്ടത്. ഇത് HDFC ബാങ്കിന് മാത്രം മോശം ദിവസമായിരുന്നില്ല, അത് മാർക്കറ്റിനെ മൊത്തത്തിൽ താഴേക്ക് വലിക്കുകയും ചെയ്യുകയുണ്ടായി. ഈ ഒരു തകർച്ച ബാങ്കിന്റെ വാല്യുവേഷനെ പല അനലിസ്റ്റുകളും ഡീപ്പ് വാല്യൂ എന്ന് വിളിക്കുന്ന ഒരു സോണിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ അടുത്ത സമയത്തെ താഴ്ന്ന വിലയിൽ HDFC ബാങ്ക് ഏകദേശം 2.16 പ്രൈസ് ടു ബുക്ക് വാല്യൂവിലാണ് ട്രേഡ് ചെയ്തിരുന്നത്. ഇത് വർഷങ്ങൾക്കിടയിൽ കാണാത്ത ഒരു ലെവലാണ്. ചരിത്രപരമായിട്ട് ബാങ്കിന് കിട്ടിക്കൊണ്ടിരുന്ന പ്രീമിയം വാല്യുവേഷനേക്കാൾ ഒരുപാട് താഴെയാണ് ഈ ഒരു റേഞ്ച് ഉള്ളത് എന്നുകൂടി പറയേണ്ടതുണ്ട്. ഇൻവെസ്റ്റേഴ്സിന് മുന്നിലുള്ള വലിയ ചോദ്യം, ഇതൊരു തകർന്ന കമ്പനിയാണോ അതോ ഇടറി വീണ ഈ ഒരു കമ്പനിയെ വില കുറച്ച് വാങ്ങാനുള്ള അവസരമാണ്? അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ ബുൾ വേഴ്സസ് ബിയർ, അല്ലെങ്കിൽ നമുക്ക് ബൈ ചെയ്യണോ അല്ലെങ്കിൽ സെല്ല് ചെയ്യണോ എന്നുള്ള സംശയത്തിലേക്ക് എത്താം. അപ്പൊ നമുക്ക് ആദ്യം എല്ലാം വിറ്റ് ഒഴിവാക്കാനുള്ള ഒരു ബെയർ കേസ് തന്നെ ആദ്യമായിട്ട് നോക്കാം. ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും HDFC ബാങ്കിന് ഒരു പ്രീമിയം കൊടുത്തിരിക്കുന്നതാണ് അതിന്റെ ക്ലീൻ ഗവർണൻസിലുള്ള ഒരു പ്രശസ്തി കൊണ്ടാണ്. ഒരു ചെയർമാൻ എത്തിക്കൽ പ്രശ്നങ്ങളുടെ പേരിൽ രാജിവെക്കുന്നത് ഒരു ഇമേജ് മൊത്തത്തിൽ തകർത്ത് കളഞ്ഞു. അതുപോലെ തന്നെ സുതാര്യതയില്ലായ്മ ഒരു വലിയ റെഡ് ഫ്ലാഗ് ആണ്. പ്രത്യേകിച്ചും കമ്പനിയുടെ വലിയൊരു ഭാഗം ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് അതൊരു നെഗറ്റീവായിട്ട് തന്നെ ആദ്യമേ തോന്നി എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട്. രണ്ടാമത്തെ ബെയർ ആർഗ്യുമെന്റ് AT1 ബോണ്ട് വിവാദം ഉണ്ടാക്കിയ ഒരു പേരുദോഷം തന്നെയാണ്. ഒരു ബാങ്കിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അതിന്റെ വിശ്വസനീയതയാണ്. സ്വന്തം NRI ക്ലയൻസിന് ഹൈ റിസ്ക് പ്രോഡക്റ്റുകൾ തെറ്റിദ്ധരിപ്പിച്ച് വിറ്റു എന്ന ആരോപണം ആ ഒരു വിശ്വസ്തതയെ കാര്യമായിട്ട് തകർക്കും. ഇത് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ സ്റ്റോക്കിന് മുകളിൽ ഒരു അനിശ്ചിതത്വത്തിന്റെ കാർമേഘമായിട്ട് നിലനിന്നേക്കാനും സാധ്യതയുണ്ട്. അവസാനമായിട്ട് ഈ പ്രതിസന്ധിക്ക് മുൻപേ തന്നെ ചില പ്രശ്നങ്ങൾ ബാങ്ക് നേരിടുന്നുണ്ടായിരുന്നു. HDFC ലിമിറ്റഡുമായിട്ടുള്ള ലയനത്തിന് ശേഷമുള്ള ഇന്റഗ്രേഷൻ പ്രശ്നങ്ങളിൽ ബാങ്ക് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻസ്, ലോൺ ടു ഡിപ്പോസിറ്റ് റേഷ്യോ, ഇവയൊക്കെ പോലുള്ള പ്രധാനപ്പെട്ട മെട്രിക്സ് എപ്പോഴും പ്രഷറിലായിരുന്നു. ഈ ഒരു ഗവർണൻസ് ക്രൈസിസ് വന്നത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയായി എന്ന് വേണം കരുതാൻ. ഇനി നമുക്ക് ആ ഒരു ബുൾ കേസിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു അനാലിസിസ് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇനി ഈ തകർച്ചയിൽ സ്റ്റോക്ക് വാങ്ങാനുള്ള ബുൾ കേസ് എങ്ങനെയാണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. ബുള്ളുകളുടെ ഏറ്റവും ശക്തമായിട്ടുള്ള വാദം റെഗുലേറ്ററിൽ നിന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള പിന്തുണയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നോട്ട് വന്ന് പറഞ്ഞത് ബാങ്കിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചാണ്. അവർക്ക് പ്രത്യേകിച്ച് ആശങ്കകളൊന്നുമില്ല. ഇതൊരു നിർണായകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ഒരു ഗവർണൻസ് ക്രൈസിസ് ആയിരിക്കാം, ഇതൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ല എന്നുകൂടി കൃത്യമായിട്ട് RBI സിഗ്നൽ നൽകിയിട്ടുണ്ടായി. രണ്ടാമത്തെ ബുൾ ആർഗ്യുമെന്റ് ഫണ്ടമെന്റൽസും വാല്യുവേഷനുമാണ്. ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിലും HDFC ബാങ്ക് ഇപ്പോഴും ഒരു ഫിനാൻഷ്യൽ പവർ ഹൗസ് ആണ്. അതിന്റെ അവസാനത്തെ ക്വാർട്ടർലി പെർഫോമൻസ് അടിസ്ഥാനമായിട്ട് ശക്തമായിട്ട് തന്നെ അവർ ഒരു അസറ്റ് ക്വാളിറ്റി സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തുന്നുണ്ട് എന്നുകൂടി പറയേണ്ടതുണ്ട്. ഈ ഒരു തകർച്ച സ്റ്റോക്കിന്റെ വാല്യുവേഷൻ വർഷങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിക്കുകയുണ്ടായി. ഈ ഒരു നിലവാരത്തിലുള്ള മാർക്കറ്റ് ലീഡറിന് ചരിത്രപരമായിട്ട് വളരെ വില കുറഞ്ഞ ഒരു ലെവലാണ്. മാർക്കറ്റിൽ പേടി അതിന്റെ പാരമ്യത്തിൽ എത്തുമ്പോഴാണ് ബ്ലൂ ചിപ്പ് അസറ്റ് ബ്ലൂ ചിപ്പ് അല്ലാത്ത വിലയ്ക്ക് നമുക്ക് വാങ്ങാൻ അവസരം കിട്ടുക. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് അതും ഒരു പോസിറ്റീവ് അവസരമായിട്ട് കാണുന്നുണ്ട്. മൂന്നാമത്തെ ആർഗ്യുമെന്റ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. KK മിസ്ട്രിയെ പോലെയുള്ള ബഹുമാനിക്കപ്പെടുന്ന ഇൻഡസ്ട്രി വെറ്ററിനെ ഇടക്കാല ചെയർമാനായിട്ട് നിയമിച്ചത് ഈ ഒരു വല്ലാത്ത സമയത്ത് സ്റ്റെബിലിറ്റി നൽകുന്നുണ്ട്. പുതിയൊരു പെർമനന്റ് ചെയർമാൻ വരുമ്പോൾ ആ ഒരു ആത്മവിശ്വാസം പതുക്കെയാണെങ്കിലും തിരികെ പിടിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ബുൾ കേസ് നിലനിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു രണ്ട് വശങ്ങളും വിശദമായിട്ട് മനസ്സിലാക്കിയ ശേഷം ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഒരുപക്ഷെ താൽക്കാലികമായിട്ടുള്ള ഒരു ഗവർണർ ക്രൈസിസ് ആയിട്ടാണ് തോന്നുന്നത്. അല്ലാതെ ബാങ്കിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബിസിനസ് തകർച്ചയാണ് എന്നതിന്റെ സൂചന നൽകുന്നില്ല. തീർച്ചയായിട്ടും ഇതൊരു യെസ് ബാങ്കിന്റെ കേസ് പോലെ ഒരു തകർച്ചയിലേക്ക് എത്തില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഈ വാദത്തിന്റെ കാതൽ ബാങ്കിന്റെ സാമ്പത്തിക ആരോഗ്യത്തിന് RBI നൽകിയ വ്യക്തമായിട്ടുള്ള പിന്തുണയും മറുപടിയുമാണ്. ലീഡർഷിപ്പിലെ അനിശ്ചിതത്വത്തോടും വിവാദത്തോടും മാർക്കറ്റ് പരിഭ്രാന്തരായിട്ട് പ്രതികരിക്കുന്ന കാണാൻ കഴിഞ്ഞു. ആ ഒരു പ്രതികരണം യഥാർത്ഥ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റുകളെക്കാൾ ഒരുപക്ഷെ കൂടുതലായിരുന്നിരിക്കാം. ക്ഷമയുള്ള ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ച് റിസ്ക് ഉണ്ടെങ്കിലും ഹൈ ക്വാളിറ്റി അസറ്റ് വലിയൊരു ഡിസ്കൗണ്ടിൽ വാങ്ങിക്കൂട്ടാനുള്ള നല്ലൊരു അവസരമായിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ക്ഷമ എന്നതാണ്. തീർച്ചയായിട്ടും ആ ഒരു റിക്കവറി ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കില്ല. അതേസമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് ഒരു ഫുൾ ടൈം പെർമനന്റ് ചെയർമാന്റെ നിയമനം. സ്റ്റെബിലിറ്റി തീർച്ചയായിട്ടും തിരികെ വരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സിഗ്നൽ നൽകിയേക്കും. രണ്ടാമത്തേത് മിസ് സെല്ലിംഗ് ആരോപണങ്ങളിൽ നിന്നുണ്ടാകാവുന്ന ഏതൊരു റെഗുലേറ്ററി പ്രശ്നങ്ങളുടെയും പൂർണ്ണമായിട്ടുള്ള പരിഹാരം എങ്ങനെ ലഭിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തേത് അടുത്ത ഏതാനും ക്വാർട്ടറുകൾക്കുള്ളിൽ ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ മെട്രിക്സുകളിൽ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് മാർജിനിലും ലോൺ ടു ഡിപ്പോസിറ്റ് റേഷ്യോയിലും ഒരു കൃത്യമായിട്ടുള്ള റിക്കവറി ഉണ്ടോ എന്നുകൂടി നമ്മൾ കൺഫേം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പോസിറ്റീവ് മൊമെന്റത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഇൻവെസ്റ്റിംഗിൽ പലപ്പോഴും വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് എല്ലാവരും ഏറ്റവും കൂടുതൽ നിരാശരായിരിക്കുന്ന സമയത്ത് തന്നെയാണ്. പക്ഷെ അതിന് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലുള്ള കമ്പനിയെയും ശരിക്കും മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെയും തിരിച്ചറിയാനുള്ള കൃത്യമായിട്ടുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. HDFC ബാങ്ക്
അതിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന്റെ അടിത്തറ RBIയുടെയും ഇന്ത്യൻ എക്കണോമിയുടെയും പിൻബലത്തോടെ ഇപ്പോഴും ശക്തമായിട്ട് തോന്നുകയാണ്. മുമ്പോട്ടുള്ള വഴി ദുർഘടമായിരിക്കാം, പക്ഷേ ലോങ് ടേം കാഴ്ചപ്പാടുള്ളവർക്ക് ഈ ഒരു പ്രതിസന്ധി ഒരു ദശാബ്ദത്തിലെ ഏറ്റവും മികച്ച വാല്യൂ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുപോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാല്യൂ ആഡഡ് ഇൻഫർമേഷൻസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.